ഹായ് ഹായ് കൂട്ടുകാരെ. ഇന്നത്തെ വീഡിയോ പ്ലാന്റഡ് ടാങ്ക് ക്ലീനിങ് ആണ്. ഇല്ല, ചെറിയ ടാങ്ക്, ഒരു 35 cm വലിപ്പമുള്ള ടാങ്ക്. 4 വർഷമായി തുടങ്ങി ഭ്രാന്ത്. എന്നിട്ട് നിങ്ങളെ കൂടെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന കാണിക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും സംശയം ചോദിച്ചാൽ മതി, എനിക്ക് അറിയാവുന്നതൊക്കെ പറഞ്ഞുതരാം. ഇത് അത്യാവശ്യം സ്റ്റേബിളായിട്ട് ടാങ്ക്, അങ്ങനെ ആൽഗ ഇഷ്യൂ ഒന്നും അങ്ങനെയില്ല. ആദ്യം ഉണ്ടാക്കിയപ്പോഴായിരുന്നു 3 പ്രാവശ്യം ചെയ്തപ്പോൾ മൂഞ്ചി ആൽഗ അടിച്ച്. ഹെയർ ആൽഗ വന്നു ഒരു പ്രാവശ്യം, പിന്നെ മറ്റേ ബ്ലാക്ക് പോലത്തെ അങ്ങനത്തെ കുറച്ച് ടൈപ്പ് ആൽഗയൊക്കെ വന്നു. പിന്നെ ഇളക്കി പറിക്കുക, ഒന്നും പിന്നെയും ചെയ്യുക. ഇതിന് ചെയ്ത് പഠിക്കുകയുള്ളൂ എന്തായാലും. കുറേ പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ ടെക്നിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് സ്റ്റേബിളാക്കാൻ പറ്റും. തുടക്കത്തിലൊക്കെ ഇച്ചിരി ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഒക്കെ കുറച്ചാൽ മതി. ലൈറ്റ് ഇടുന്നതും എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം പായലൊന്നും പിടിക്കാതെ കിട്ടും. മീനൊന്നുമില്ല കേട്ടോ, മീനെ എപ്പോൾ കൊണ്ടിട്ടാലും, ഗപ്പിനെ കൊണ്ടിട്ടാലും ഗപ്പി എപ്പോഴും ഈ ഫിൽറ്ററിൻ്റെ അവിടെ വെള്ളം ഇങ്ങനെ തള്ളുന്ന കാരണം ഇമാര് ചാടുന്നുണ്ട്. എല്ലാം ചാടി ചത്തു. അപ്പോൾ ഒന്നിനെ ഇടലില്ല. ഏഞ്ചലിനെ പിന്നെ ഇട്ടേ, ഏഞ്ചലിനെ കൊണ്ടിട്ട് ആ പേൾ വീട് മൊത്തം ഇമാര് കുത്തിപ്പറിച്ച് എല്ലാം അലമ്പാക്കുന്നുണ്ട്. പിന്നെ ഒന്നിനെ ഇടുന്നില്ല. ടെട്രേനൊക്കെ ഇട്ടാൽ നല്ലതായിരിക്കും. നിയോൺ ടെട്രേനൊക്കെ അത്യാവശ്യം സെറ്റപ്പായിരിക്കും. സൈഫൺ ഇല്ലായിരുന്നു, സൈഫൺ ഉണ്ടായിരുന്നു, പൂച്ച കടിച്ച് പറിച്ച്. കാരണം മറ്റേ വാട്ടർ ലെവലിൻ്റെ പൈപ്പ് വെച്ചാൽ വെള്ളം വലിച്ചെടുക്കുന്നത്. എന്തായാലും മതിയല്ലോ, സാധനം നമുക്ക് പരിപാടി നടന്നാൽ മതിയല്ലോ. കാര്യമായിട്ട് ക്ലീൻ ചെയ്യാനൊന്നുമില്ല. ഗ്ലാസ് കുറച്ച് അവിടെ ഇവിടെ കുറച്ച് വയലുണ്ടാവും. വീഡിയോയിൽ അങ്ങനെ തിരിയില്ല, അതിലും ഉണ്ടാവും. ലിക്വിഡ് ഫെർട്ടിലൈസറൊന്നും യൂസ് ചെയ്യുന്നില്ല, മറ്റേ റൂട്ടാവ് യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല സോയിലായ കാരണം റൂട്ടാവില്ലാതെ പറ്റില്ല. ഇത് ലോക്കലി കിട്ടിയ സോയിലാണ്. പിന്നെ പഴയ ചെയ്തതിൻ്റെ സോയിലും രണ്ടെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് ചെയ്തത്. റൂട്ടാവൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ പ്ലാന്റൊക്കെ പെട്ടെന്നൊന്ന് വളർച്ച ഇച്ചിരി കൂടെ ഫാസ്റ്റായി കിട്ടും. കാരണം പിന്നെ റൂട്ടാവ് യൂസ് ചെയ്ത് അതൊരു ATM കാർഡ് പോലത്തെ ഒരു കാർഡാണ്. അത് വെച്ചാൽ മറ്റേ ഗ്ലാസ്സിൽ പായൽ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. അല്ല പിന്നെ മറ്റേ ആ ടൂൾ തന്നെ മേടിക്കണം, ആ ബ്ലേഡ് ഇടുന്നൊരു മറ്റേ പേര് എനിക്കറിയില്ല. നമ്മൾ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ മതി. ഉള്ളതുപോലെ അങ്ങ് ചെയ്യാം. CO2 കൊടുക്കുന്നുണ്ട് കേട്ടോ, DIY ആയിട്ടും. മറ്റേ സിട്രിക് ആസിഡും ബേക്കിംഗ് സോഡയും. അതുകൊണ്ട് അതിന് ഇച്ചിരി പച്ചപ്പിൽ ഈ സാധനം ഇരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ടൊന്ന് വെട്ടിയായിരുന്നു ഈ പേൾ വീടെല്ലാം ഒന്ന് ലെവൽ ചെയ്തത്. ഫിൽറ്റർ അത്യാവശ്യം ഉണ്ടാവും, ചെളി ഉണ്ടാവില്ല. 3 സ്പോഞ്ച് എങ്ങാണ്ട് വെച്ചിട്ടുണ്ട്. ചെറുതുമുണ്ട്, അതിൻ്റെ വലുതുണ്ട്, നൈസുണ്ട്. അത് മാത്രമേ അതിൻ്റെ അകത്ത് വെക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നും അതിൻ്റെ അകത്ത് കൊള്ളില്ല. ചെറിയ ഫിൽറ്ററാണ്. അത് പിന്നെ വെള്ളത്തിൽ മുക്കി കഴുകി ബാക്കി വെള്ളം ഫില്ല് ചെയ്താൽ മതി. വെള്ളം പിന്നെ അത് ഇളക്കാതെ പിടിക്കുകയാണെങ്കിൽ അലമ്പാകാതിരിക്കും. നല്ല മൊത്തം മറ്റേ ഒരുമാതിരി അടിയിൽ സോയിൽ ഇളകിയിട്ടുണ്ടെ കാലക്കൽ പോലെ ഉണ്ടാവും. കാരണം ഇനി ഇങ്ങനെ ഉപയോഗിക്കും, കൈ പിടിച്ചങ്ങ് ഒഴിച്ചു കൊടുത്താൽ. ഫിൽറ്റർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം വെള്ളം ഒഴിക്കാൻ മറന്നു പോയാൽ മൂഞ്ചിപ്പോകും കേട്ടോ. നല്ല വലിക്കാൻ ചാൻസ് കുറവായിരിക്കും വെള്ളം. നേരെ കുത്തുക, ഫിൽറ്റർ ഓണാക്കി ഇടുക. ലൈറ്റ് വൈകുന്നേരം മാത്രം എടുക്കുന്നത്. പണിക്ക് പോകുന്ന കാരണം എന്തായാലും വരുമ്പോൾ ഒരു 6 മണിയൊക്കെ ആവും. 6 മണി തൊട്ട് 10:30 11 മണി വരെ മാക്സിമം കൊടുക്കുള്ളൂ. CO2 അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, എനിക്കറിയാവുന്ന പറഞ്ഞുതരാം. ഓക്കെ.